നാളെ മുതൽ ടെസ്റ്റ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തുന്ന സമരം പിൻവലിച്ചു. നാളെ മുതൽ ടെസ്റ്റുകൾ പുനരാരംഭിക്കും. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സർക്കുലർ പിൻവലിക്കില്ലെന്നും ചില മാറ്റങ്ങൾ വരുത്തുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. മന്ത്രി ഗണേഷ് കുമാർ ചേരുന്നു. സർ, ഈ ദിവസങ്ങളായി തുടരുന്ന ഒരു സമരമായിരുന്നു ഇത്. ഒരാഴ്ചയിലേറെയായി ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളൊന്നും നടക്കാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഈ സമരക്കാരുമായുള്ള ചർച്ചയിൽ ഏത് തരത്തിലാണ് ഈ സമവായത്തിലേക്ക് എത്താൻ സാധിച്ചത്? ഞങ്ങൾ സർക്കുലറിൽ ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു. അതിൽ ഒരു കാറിന്റെ പഴക്കം 15 വർഷമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിലവിൽ വന്നിരിക്കുന്ന സ്ക്രാപ്പ് പോളിസി അനുസരിച്ച് 15 വർഷം കഴിഞ്ഞ വണ്ടി സ്ക്രാപ്പ് ചെയ്യണം, ഗവൺമെന്റ് വെഹിക്കിളല്ല. അതുപോലെ ഇത് അവർക്കൊരു 3 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു, 15 എന്നുള്ള 18 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രത്യേക ഡിസൈൻ, നമ്മുടെ കയറ്റവും ഇറക്കവും സിക്സാഗായിട്ട് പോകുന്ന വഴിയെല്ലാം ടെസ്റ്റ് ചെയ്യണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ ഒരു പ്ലോട്ട് രൂപകൽപ്പന ചെയ്തിരുന്നു. അതിൽ ഒരു മാറ്റം, സ്ഥലത്തിന്റെ കുറവുകൊണ്ട് അവർ പറഞ്ഞിരുന്നു. അത് അവരോട് തന്നെ 1 മാസത്തിനുള്ളിൽ പലതരത്തിലുള്ള ഡിസൈനുകൾ അവർ തന്നെ പ്രായോഗികമായ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഡിസൈൻസ് തരാനായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ സജസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ തീരുമാനമെടുക്കും. പിന്നെ ഒരു ഓഫീസിൽ 40 ലൈസൻസ് എന്നുള്ളതായിരുന്നു തീരുമാനം. അപ്പോൾ ഒരു ഓഫീസിലെ 1 MBA 2 MBA ഉണ്ടെങ്കിൽ 80 ലൈസൻസ് എടുക്കും. പിന്നെ 10 ലക്ഷത്തോളം ലൈസൻസ്, ലേണേഴ്സ് ലൈസൻസ് ആകാതെ കെട്ടിക്കിടക്കുന്ന ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അറിവനുസരിച്ച് 2.5 ലക്ഷം ലേണേഴ്സ് ലൈസൻസ് മാത്രമേ ഇനി ലൈസൻസ് ആകാനുള്ളൂ. അതിന് 6 മാസം സമയമുണ്ട്. അത് ഈസിയായിട്ട് നടക്കും. നാളെ തന്നെ എല്ലാ മാധ്യമങ്ങൾക്കും ഈ സംഘടനകൾക്കും കൃത്യമായി ഓരോ RTO ഓഫീസിലെയും സബ് RTO ഓഫീസിലെയും ലൈസൻസ് അപേക്ഷിച്ച് ലേണേഴ്സ് പാസ്സായി കിടക്കുന്നവരുടെ ലിസ്റ്റ് എടുക്കും. ആ ലിസ്റ്റ് അനുസരിച്ച് കൂടുതൽ അപേക്ഷകരുള്ള RTO ഓഫീസുകളിൽ അഡീഷണലായിട്ട് MBAമാരെയും AMEമാരെയും താൽക്കാലികമായി നിയോഗിച്ചുകൊണ്ട് ഈ ടെസ്റ്റുകൾ നടത്തും. ആഴ്ചയിൽ 4 ദിവസം ടെസ്റ്റ് നടത്തി 2 ദിവസം വണ്ടിയുടെ പരിശോധന, വെഹിക്കിളിന്റെ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം അതിന് ആൾ കുറവാണെങ്കിൽ, ഫിറ്റ്നസിന് ആളില്ല എന്ന് കണ്ടാൽ ചില സബ് RTO ചെറിയ ഓഫീസിലൊക്കെ RTOയ്ക്ക് വേണമെങ്കിൽ ലൈസൻസ് ടെസ്റ്റിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് അവിടുത്തെ ഉദ്യോഗസ്ഥന്റെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. പിന്നെ അവർ പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ 2 വശവും ക്ലച്ചും ബ്രേക്കും ഉണ്ട്. അപ്പൊ ഈ ക്ലച്ച് അപ്ലൈ ചെയ്ത് കൊടുത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ സഹായിക്കാതിരിക്കാൻ വേണ്ടി അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. തൽക്കാലം അത് അങ്ങനെ ക്ലച്ചും ബ്രേക്കും ഇരുന്നോട്ടെ. ഒരു അപകടം ഈ ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്ന ആളുണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങൾ, ഈ കാലിൽ ഗിയറില്ലാത്ത സ്കൂട്ടർ ഉപയോഗിച്ചുള്ള പരിശോധന, അതെല്ലാം അവസാനിപ്പിക്കുകയാണ്. അതിന് 3 മാസം സമയം കൊടുത്തിട്ടുണ്ട്. ആ പുതിയ വണ്ടി അവർ വാങ്ങാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ പരമാവധി എല്ലാം KSRTCയുടെ പ്ലോട്ടുകളിലേക്ക്, സർക്കാരിന്റെ പ്ലോട്ടുകളിലേക്ക്, സർക്കാരിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ റവന്യൂ വകുപ്പിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലേക്കും നമ്മൾ തൽക്കാലം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ, പരിശീലനം അവർക്ക് വേണമെങ്കിൽ നടത്താം, ടെസ്റ്റുകൾ ഗവൺമെന്റ് ഗ്രൌണ്ടുകളിലേക്ക് ഘട്ടം ഘട്ടമായി മാറ്റുക എന്ന ലക്ഷ്യമാണ് മുന്നിൽ കാണുന്നത്. മാത്രമല്ല, ഈ ജനങ്ങൾക്കൂടെ ഇതുകൊണ്ട് പ്രയോജനം വേണമല്ല. നല്ല ലൈസൻസ് കൊടുക്കുന്നതിനൊപ്പം ഈ ലൈസൻസിന്റെ ഫീസ്, പഠിക്കാനുള്ള ഫീസ് വല്ലാതെ അധികരിച്ച് വാങ്ങുന്നുണ്ട്. സ്ത്രീകളിൽ നിന്ന് കൂടുതൽ വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് പ്രായം നോക്കിയിട്ടൊക്കെ റേറ്റ് മാറുക. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടൊരു ആശയം വെച്ചാൽ അവർ സമ്മതിച്ചു, വളരെ സന്തോഷത്തോടെ അവർ സമ്മതിച്ചു. ഈ റേറ്റ് ഏകീകരിക്കാൻ വേണ്ടി, ഇവരുടെ ഫീസ് ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനെ വയ്ക്കാനും, ആ കമ്മീഷണർ തീരുമാനം 3 മാസത്തിനകം അവർ തയ്യാറാക്കി തരുന്നതനുസരിച്ച് പബ്ലിഷ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയാണ് റേറ്റ് എന്ന് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഒരു നിയന്ത്രണം ഉണ്ടാകും. ഈ അമിതമായി ചാർജ് ഈടാക്കുന്നത് ഒഴിവാകും. അതെ, അവരോട് സംസാരിച്ചത്. അതെ, അങ്ങ് മന്ത്രിയെ ചുമതലയേറ്റപ്പോൾ അവരും ഒരു കാര്യത്തിൽ സമ്മതിച്ചു, ക്വാളിറ്റിയുള്ള ലൈസൻസ് കൊടുക്കണമെന്ന് സമ്മതിച്ചു.
അതെ, തീർച്ചയായും. അങ്ങ് മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ സമൂലമായ മാറ്റം വരുത്തുമെന്നുള്ളത്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ എച്ച് എടുക്കുക എന്നുള്ളതാണ്. എച്ചിന് പകരമായി ഏത് തരത്തിലുള്ള സംവിധാനമാണ് കൊണ്ടുവരുന്നത്? അങ്ങ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മുൻപ് പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് അത് വലിയ പാടാണ് എന്നുള്ള ഒരു ആരോപണമൊക്കെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും നമുക്ക് ഉണ്ടായിരുന്നു. ഏത് തരത്തിലൊരു മാറ്റമായിരിക്കും ഈ എച്ചിന് പകരം ഇനി കൊണ്ടുവരിക? ഈ എച്ചിന് പകരം കൊണ്ടുവന്ന ഡിസൈൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ MVDയിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ തയ്യാറാക്കിയതാണ്. അത് ഞാൻ തയ്യാറാക്കിയതല്ല. അപ്പൊ അതിൽ പ്രയാസമുണ്ടെന്നുള്ളതല്ല, അത് കാണുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ തോന്നും. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇവരിവിടെ ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് അവർക്ക് അത് ചെയ്യുന്നതിന് 50% പ്ലോട്ട് പോരാ, അതിൽ കൂടുതൽ വേണം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് ഈ കാര്യങ്ങളൊക്കെ വേണം. 6 ആക്ട് ഡ്രൈവിംഗ് വേണം, പിന്നെ റിവേഴ്സ് പാർക്കിംഗ്, സൈഡ് പാർക്കിംഗ് എല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു. അതെല്ലാം ഉൾപ്പെടുന്ന മറ്റൊരു ഡിസൈൻ 1, 2, 3 ഡിസൈൻസ് അവർ സമർപ്പിക്കാൻ പറഞ്ഞു. അവർ1 മാസത്തിനുള്ളിൽ അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തരുമ്പോൾ അതെടുക്കും, എച്ചിന് പകരം അതെടുക്കും. അവർ കുറച്ചുകൂടി അവർക്ക് സൗകര്യമുള്ളതും. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നിയമത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകണം, അത്രേ ഉള്ളൂ. ഈ ഒരു പ്ലോട്ട് ചിത്രം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ പറയട്ടെ, തീർച്ചയായിട്ടും അവർ പറയുന്നത് സ്വീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവരോട് സംസാരിച്ചിരിക്കുന്നത്. അവർ തന്നെ സജസ്റ്റ് ചെയ്യട്ടെ. പക്ഷേ ഈ പറയുന്ന നിയമത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകണം. ഒരു ടെറൈൻ, ചെരിഞ്ഞ ടെറൈനിൽ നിർത്തി വണ്ടി എടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. കയറ്റത്തിൽ നിർത്തി വണ്ടി താഴോട്ട് പോവാതെ എടുക്കണം. ഇതെല്ലാം അവർ തന്നെ വരച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവർ വരച്ചുകൊണ്ടിരുന്ന പരിശോധിച്ചിട്ട് MVD ഉദ്യോഗസ്ഥരായിട്ട് ആലോചിച്ച് ഈ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണെങ്കിൽ കൃത്യമായി അത് അംഗീകരിച്ചു കൊടുക്കും. എന്നാലും ഒരു നല്ല ലൈസൻസ് വേണം. കാരണം റോഡ് സേഫ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റോഡിലേക്ക് ലൈസൻസുമായി ഇറങ്ങുന്ന ആളാണ്. ആ ലൈസൻസുമായിട്ട് ഇറങ്ങുന്ന ആളിന് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസാണ്, അത് കൊല്ലാനുള്ള ലൈസൻസ് അല്ല. അത് ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഗവൺമെന്റിനെ സംബന്ധിച്ച് നിയമപരമായി ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു ലൈസൻസ് നൽകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ശ്രമം നടത്തിയത്. ആ ശ്രമം വിജയിച്ചു. എല്ലാവരും അതിൽ സഹകരിക്കുന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അക്കാര്യത്തിൽ 24 അടക്കം എടുത്ത നിലപാടുകൾ, ശക്തമായ നിലപാടുകൾ, അതിലെനിക്ക് നന്ദിയുണ്ട്. ഞാനത് പ്രത്യേകം പറയാം. അത് എനിക്ക് വേണ്ടിയല്ല, ഗവൺമെന്റിന് വേണ്ടിയല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്കും ഇപ്പോൾ ജീവിക്കുന്ന മക്കൾക്കും വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരൊറ്റ ചോദ്യം കൂടി. ഇപ്പോൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇത്രയും ദിവസവും മുറങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ബാക്ക്ലോഗ് ഉണ്ടാകും. അത് എങ്ങനെ പരിഹരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അത് വരും ദിവസങ്ങളിൽ പരിഹരിക്കാം. അതിനെക്കുറിച്ച് അവർ സംസാരിച്ചില്ലെങ്കിലും ഇപ്പം പ്രവിത ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോയവർക്ക് അവസരം കൊടുക്കുമല്ലോ. അവർ നാളെ ഒരു ലിസ്റ്റ് വരും. അവർ ചോദിക്കാത്തൊരു ചോദ്യമാണ്. ഞാൻ ചർച്ചയിൽ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അവരാരും ചോദിച്ചില്ല. കാരണം അവരെ വാക്ക് കേട്ട് ടെസ്റ്റിന് പോകാതിരുന്നവർക്ക് എന്ത് പറ്റും എന്ന് അവരാരും ചിന്തിച്ചില്ല. ഏതായാലും പ്രവിത ചിന്തിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സംവിധാനമാണ്, അവർക്ക് അവസരം കൊടുക്കും. തീർച്ചയായിട്ടും അതെങ്ങനെയാണെന്ന് കമ്പ്യൂട്ടറിലാണ് അത് വരുന്നത്. അത് നോക്കിയതിനു ശേഷം തീർച്ചയായിട്ടും ചെയ്യും. അവരെ സമരത്തിന്റെ ഭാഗമായി അവരെ മാറ്റി നിർത്തിയതാണ്. ആ സ്പിരിറ്റ് നമ്മൾ ഉൾക്കൊള്ളുന്നു. അവർക്ക് തീർച്ചയായിട്ടും അവസരം ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ നാളെ ബാക്ക്ലോഗിന്റെ കാര്യത്തിൽ കൃത്യമായൊരു കണക്ക് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഓരോ ഓഫീസിലും എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും. ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ ഈ ഒരു അവസരത്തിൽ 24നോട് പ്രതികരിച്ചതിന്. എന്തായാലും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തുന്ന സമരം പിൻവലിച്ചിരിക്കുകയാണ്. നാളെ മുതൽ ടെസ്റ്റുകൾ പുനരാരംഭിക്കും. ബാക്ക്ലോഗുകളെ സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇപ്പോൾ 24നോട് പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.